എല്ലാവർക്കും സുഖമാണോ? ആദ്യമായിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ കയറിയിരിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു പ്രതീതിയാണ്. എനിക്ക് സന്തോഷമായി. ഞാൻ ഇത്രയും പൊക്കത്തിൽ നിന്ന് ആദ്യം ഇങ്ങനെ പ്രസംഗിക്കാറൊന്നുമില്ല. ഞാൻ സാധാരണ ഈ താഴേക്ക് ഇറങ്ങി നിന്ന് നടന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ്. LMS പോലും ഞാൻ നടന്ന പ്രസംഗിച്ച്. അത്രയും വലിയ ക്രൗഡിൻ്റെ മുമ്പിലും നടന്ന് സംസാരിക്കാൻ എനിക്കിഷ്ടം. ആളുകളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ ഇഷ്ടം. അങ്ങനെയൊക്കെ സംസാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, അച്ഛാ അവിടെ നിന്ന് മതി. അപ്പോൾ വികാരിച്ചൻ നിങ്ങളുടെ സഭയുടെ അച്ഛൻ പറഞ്ഞു, അച്ഛാ ഇവിടെ കയറുന്ന സാധാരണ അച്ഛന്മാർ പ്രസംഗിക്കാറ്, അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് പ്രസംഗിച്ചാൽ മതി. ഞാൻ വികാരിച്ചനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനിവിടെ കയറിയേക്കാന്ന് വിചാരിച്ചു. സന്തോഷം. ഇവിടെ നിന്നൊരു ഗുണമുണ്ട് കേട്ടോ, എല്ലാവരും കാണാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ചോദ്യം ചോദിക്കാന്നുള്ളത്. ഞാൻ ചോദ്യം ചോദിക്കും കേട്ടോ. ഏറ്റവും സ്നേഹത്തോടെ തന്നെ ആദ്യമേ തന്നെ എല്ലാവരോടും ഞാനൊരു മാപ്പ് ചോദിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതാ. എൻ്റെ പള്ളിയിൽ നിന്ന് ഞാനൊരു ഏകദേശം ഒരു 9:30 മണിക്ക് ഇറങ്ങിയതാ. 9:30 മണിക്ക് ഇറങ്ങിയിട്ട് സാധാരണ വരുന്നത് ശബരിക്കാണേ, ശബരി എക്സ്പ്രസ്സേ. കേട്ടിട്ടുണ്ടോ? ട്രെയിനത്. അപ്പോൾ അത് ഇന്ന് 1.5 മണിക്കൂർ ലേറ്റാണ്. ഞാൻ വന്നു നിന്നിട്ടാണെങ്കിൽ എറണാകുളത്ത് ചെന്നിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്നറിയോ? ഒരു 12:30 മണിക്ക് ചെന്നിക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് അത് 1.25 മണിക്കൂർ ലേറ്റാന്ന് പറഞ്ഞപ്പോൾ അടുത്ത ട്രെയിൻ ആകെയുള്ളത് പരശുറാമ. അതിന് കയറിയപ്പോൾ 6:50 അവിടെ എത്തി. ഈ ഷെർലാൻ എന്നല്ലേ പേര്? പുള്ളി വിളിയോട് വിളി, എവിടെ എത്തും, എപ്പെത്തും, എങ്ങനെ എത്തും? ഞാൻ പറഞ്ഞു എത്തും. അപ്പോൾ വിളിയോട് വിളി. പുള്ളിക്കാണെങ്കിൽ ടെൻഷൻ. പുള്ളിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പിന്നെ അതോടെ തന്നെ ഒരു ഡ്രൈവ് ചെയ്യാനൊരാൾ വന്നു. എന്നിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നു. എന്നിട്ട് അതിൻ്റെ പേര് സാബിൻ. എന്നെ പേരട ഇതൊക്കെ വെടിക്കെട്ട്. എനിക്കത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെന്നേ. അതാണ് എൻ്റെ പ്രശ്നം. വലിയ വെളിവൊന്നുമുള്ള ആളെന്നല്ല ഞാൻ, ഈ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഈ സാബിൻ അല്ലേ അച്ഛാ? ആ മനുഷ്യൻ എത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്യണമെന്നറിയോ? അതുകൊണ്ട് എത്തിയതാ. അല്ലെങ്കിൽ ഇപ്പം എന്നെത്തൂല കേട്ടോ. ഈ കേരളീയ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പക്ഷെ ആ തിരക്കിനിടയിൽ ആ മനുഷ്യൻ ദൈവമേ എത്തിച്ചു. വന്നപ്പോൾ തന്നെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് കയറിയിരിക്കണതാ. ഏർണസ്റ്റ് അല്ലേ? അത് ഞാൻ പഠിച്ചു കേട്ടോ. ഓക്കെ. കൊച്ചിൻ്റെ പേര് ഞാൻ പഠിച്ചിട്ടില്ല. അനീനാന്ന് കണ്ട എന്നോട് പേര് പറഞ്ഞ അല്ലേ? ചില പേര് ഞാൻ നന്നായിട്ട് പഠിക്കും, ചില പേര് ഞാൻ അത്രയും പഠിക്കില്ല. അപ്പം ഇത്രയും പേരുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നു കേട്ടോ. നിങ്ങളുടെ അച്ഛൻ പറയായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വികാരി അച്ഛനെ വിളിക്കണേ. ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനെ ഞങ്ങൾ വികാരി അച്ഛനെ വിളിക്കണേ. വികാരി എല്ലാത്തിനും പോകുന്നൊരച്ഛൻ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ വികാരിച്ചൻ പറഞ്ഞു, രാവിലെ തൊട്ട് മഴയായിരുന്നു വെച്ചാൽ, അതുകൊണ്ടൊക്കെയാണ് ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നാളെ വരുമ്പോൾ ആൾക്കാർ കൂടെ ഇരിക്കും അല്ലേ? ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സന്തോഷം. ഞാനുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നറിയോ? തിരുവനന്തപുരം പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലം തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ സ്വാഗത പ്രസംഗം പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി കേട്ടോ. പുള്ളി എഴുതിയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാനത് നോക്കായിരുന്നു എന്നിട്ട് എഴുതി കുന്നക്കണേന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൊട്ടടുത്തൊക്കെ മിക്ക പള്ളികളിലും നന്നായിട്ട് പറഞ്ഞു കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതൊക്കെ കൃത്യമായിട്ട് പറയും. ഞാനൊക്കെ പണ്ട് എഴുതി പ്രസംഗിച്ച ആളാണ്. എനിക്ക് വലിയ വെളിവില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ നല്ല മനുഷ്യനും കേട്ടോ, നന്നായിട്ട് പറയുകയും ചെയ്തു. സന്തോഷം. താങ്ക് യു കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൊട്ടടുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അങ്കമാലിക്കാരനാണ്. അപ്പം ഞാൻ പറയുന്ന ചില വാക്കുകൾ ഇവിടെ പച്ചത്തെറിയാണ്. ഞാൻ തെറിയായിട്ട് ഇവിടെ കയറി പറയുന്നതല്ല. നിങ്ങൾ ആദ്യമേ ചിന്തിച്ചോളണം, ഞാൻ അങ്കമാലിക്കാരനായതുകൊണ്ടും നിങ്ങൾ തിരുവനന്തപുരംകാരായതുകൊണ്ടും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ചില വാക്കുകളും ചില പദപ്രയോഗങ്ങളും എനിക്ക് അവിടെയും നിങ്ങൾക്ക് ഇവിടെയും തെറിയായിരിക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരം ഭാഗത്ത് ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു വാക്ക്, ആ വാക്ക് ഇപ്പോൾ അധികം പറയാറില്ല, പക്ഷേ ആ വാക്ക് ഞാൻ പറയണ കേട്ടിട്ട് മുമ്പിലിരിക്കണ ഒരു വെല്ലുമിച്ച് ഇങ്ങനെ ചങ്കിലിട്ടിരിക്കുക. ഞാൻ വിചാരിച്ചതിന് ചങ്കിലെ വേദനയായിരിക്കും കർത്താവെന്ന് വിചാരിച്ചോണ്ടിരിക്കണേ. ഞാൻ താഴെ ഇറങ്ങി ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ വഴി ഇതാ സൈഡിൽ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതിനും മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ ഇതിൻ്റെ അകത്ത് നിന്നിട്ടുള്ളേ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി പറയാ, എൻ്റെ പൊന്നച്ച, ഈ അഴിത്താരയിൽ നിന്നിട്ട് ഈ സ്റ്റേജിൽ നിന്നിട്ട് അച്ഛന് എന്നാ തെറിയായി പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നു. ചില വാക്കുകൾ തെറിയുണ്ടാവും, പക്ഷെ അച്ഛൻ തെറിയായിട്ട് പറയുന്നതല്ല. എനിക്ക് നാണോ മാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയും. നിങ്ങൾ നല്ല മനസ്സോടെ അത് സ്വീകരിക്കാമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള കാര്യം. എൻ്റെ തനത് ശൈലിയിലെ ഞാൻ പ്രസംഗിക്കുക.
വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പറയുള്ളൂ. അച്ഛൻ്റെ ടോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ 3 ദിവസം അച്ഛൻ്റെ കൂടെ നിങ്ങൾ വരണം. നടന്നു വരണ്ട, അച്ഛൻ സംസാരിക്കുന്നതിലൂടെ കടന്നു വന്നാൽ മതി കേട്ടോ. അപ്പം അതുകൊണ്ട് ആ 3 ദിവസം നിങ്ങൾ കൂടെ ഉണ്ടായാൽ ഞാൻ ഒരു ഉറപ്പ് തരാം, ഞാൻ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ധ്യാനമൊക്കെ ആയതുകൊണ്ട് ഒരു ഹല്ലേലൂയൊക്കെ പറയലുണ്ട്, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിലും ഞാൻ പറയിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ വലതുകരം ഉയർത്തി പിടിക്കാമോ? നിങ്ങൾ നന്നായിട്ട് ചെയ്യല്ലേ. ചിലയിടത്തൊക്കെ ചെന്നാൽ എന്നാ കസർത്ത്. എനിക്കറിയാം പലർക്കും ഇവിടെ കോച്ചുവാദം ഉണ്ടെന്ന് കേട്ടോ. ഒന്ന് പൊക്കിയാൽ കുറച്ചും കൂടി ശരിയാവും കേട്ടോ. ഇല്ല, പിന്നിലിരിക്കണ പച്ച സാരി എടുത്താൽ വല്യമ്മച്ചിയുടെ കൈ പൊന്തിയിട്ടില്ല കേട്ടോ. പൊന്ത്. എനിക്കത് ഇവിടെ നിന്ന് എല്ലാവരും കാണാം കേട്ടോ. ഈ സൈഡിൽ ഞാനിരിക്കണ്ട കേട്ടോ, അടുത്ത നാളെ തൊട്ട് ഇവിടെ ഇരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാ. കൈ പൊക്കി പിടിച്ചേ, ഒരു കാലിലേക്ക് പറഞ്ഞേ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഇടത് കാര്യം കൂടി ഒന്ന് ഉയർത്തി പിടിച്ചേ, വലുത് താത്താൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാം പലർക്കും ഇവിടെ കോച്ചുവാദം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 കൈ ഒന്ന് സുഖപ്പെടും. ഒന്ന് പൊക്കി പിടിച്ച കർത്താവിനെ നമ്മൾ സ്തുതിക്കുക. അപ്പോൾ അതുകൊണ്ട് സുഖപ്പെടും കേട്ടോ. ഒന്നൊരു കാലിലേക്ക് പറഞ്ഞേ, ഒന്നും കൂടി ഈശോയെന്നൊന്ന് വിളിച്ചേ. നാണായിട്ടാണ്. ഒന്നുകൂടി വിളിച്ചേ. ഈശോയ്ക്ക് എന്നെ പേടിച്ചിട്ടുണ്ടാവും. ഒന്നുകൂടി വിളിച്ചേ. എന്തൊരു മധുരമായ ശബ്ദം കേട്ടോ. ഒന്നുകൂടി വിളിച്ചേ. താത്തിക്ക്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ. കേട്ടില്ല? ഞങ്ങളുടെ നാട്ടിലത് പറയാറുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല. നമ്മളങ്ങനെയാണോ? ആണോ? അല്ല. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 150 എടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 150 അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിനെ കരഘോഷങ്ങളോടെ തപ്പുകൾ അടിച്ച് സ്തുതിച്ച് പാടി ആരാധിക്കണം എന്ന് പറയണേ. അപ്പം നമ്മളിങ്ങനെ സ്തുതിച്ചാൽ മതിയാവോ? ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞാൽ മതിയാവോ? ഇല്ല. അപ്പം 2 കരം ഉയർത്തി പിടിക്ക്. ഞാൻ ചില കാര്യങ്ങൾ ശരിയാക്കാണ്ട് മുന്നോട്ട് പോകില്ല, അതാണ് എൻ്റെ പ്രത്യേകത കേട്ടോ. എനിക്ക് ഒരു ഹല്ലേലൂയ പഠിപ്പിച്ചാൽ മതി, അത്രയും സന്തോഷമാണ് ഞാൻ കേട്ടോ. ഇനിയൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഇച്ചിരി ശബ്ദത്തിൽ പറഞ്ഞേ. മതി, താങ്ക് യു. ഇരുത്തിക്കോ. നല്ല സുന്ദരമായ പള്ളി കേട്ടോ. ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛാ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഈ 3 ദിവസം എൻ്റെ കൂടെ നിങ്ങളായിരിക്കുക. നമുക്ക് ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാം, കുറച്ചും കൂടിയൊക്കെ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താം കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. ഒരു വൃത്തികെട്ട ക്വസ്റ്റ്യനാണ് ഞാൻ ആദ്യമേ ചോദിക്കാറ്. എല്ലാ ധ്യാനത്തിനും ചോദിക്കും മിക്കവാറും ആ ചോദ്യം കേട്ടോ. ചോദ്യം ഇങ്ങനെയാണ്, സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈവക്കേ. 2 3 4 5 6 7 അല്ല അച്ഛന് എക്സെപ്ഷൻ ഉണ്ട്, അച്ഛൻ പൊക്കണ്ട, കുഴപ്പമില്ല. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ, വേറെ ആരും നോക്കിയിട്ടില്ല. അല്ല, അച്ഛന്മാർക്ക് എക്സെപ്ഷൻ കൊടുക്കാറുണ്ട്, അത് പോട്ടെ. നിങ്ങളുടെ കാര്യം പറ. ഞാൻ ഇവിടെ ട്യൂബ് എണ്ണിക്കൊണ്ടിരിക്കുക, പറ പോക്കട്ടെ. ഒരെണ്ണം പോലും പോണില്ലേ? ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ കൊയറ് ഇല്ല. ഓക്കെ, നിങ്ങൾ ആരും പോണില്ല, ഒരെണ്ണെങ്കിലും. നാണമുണ്ടോ? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. നാണമുണ്ടോ? നാണമുണ്ടോ? ഇല്ല. താങ്ക് യു. ഓക്കെ. ഇച്ചിരി ഉളുപ്പ് ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ പോയതിൽ ഏറ്റവും തരികടകളെ അവിടെ ഇരിക്കണേ കേട്ടോ. പക്ഷേ ഞാൻ പറയാ, ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ള സ്ഥലം ഇതെന്നറിയോ? തിരുവനന്തപുരമാണ് കേട്ടോ. എൻ്റെ നാട് അങ്കമാലി ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ള സ്ഥലം തിരുവനന്തപുരമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, എല്ലാ മാസത്തിലും ഇപ്പം അടുത്ത ആഴ്ച ഞാൻ കണ്ണൂർക്ക് പോകും, ധ്യാനമുണ്ട്. അതിൻ്റെ പിന്നത്തെ ആഴ്ച പിന്നെയും തിരുവനന്തപുരമുണ്ട്, അതിൻ്റെ പിന്നത്തെ ആഴ്ച പിന്നെയും തിരുവനന്തപുരമുണ്ട്. ഒരു മാസത്തിൽ 2 or 3 പ്രാവശ്യം തിരുവനന്തപുരം വരും ധ്യാനത്തിനായിട്ട് കേട്ടോ. അപ്പം അത്രയും ധ്യാനിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരംകാരൊക്കെ നല്ലവരാന്നാണ് എൻ്റെ വെപ്പ്, അല്ലേ? കേട്ടു കേട്ടോ. സ്വർഗത്തിൽ പോലെത്തണം അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിടവേ. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം കാര്യം ഈ CSI സഭയിൽ ഈ കാറ്റഗിസം, വേദപാഠം എന്ന് പറയുന്നത് 1ാം ക്ലാസ് തുടങ്ങി പിന്നെ ലൈഫ് ലോങ് എന്ന് പറയണേ, അല്ലേ?
CC അടഞ്ഞ് തീരാറായാലും കാറ്റഗിസം പഠിച്ച് തീരില്ല. അതുപോലെയാണ് CC അടഞ്ഞ് തീരാറായെന്ന് മനസ്സിലായോ? പ്രായമായി എന്ന് പറഞ്ഞാലും കാറ്റഗിസം പഠിപ്പിക്കൽ തീരില്ല എന്ന്. അതുപോലെ നിങ്ങൾ പഠിച്ചു വിട്ടുണ്ട്. ഇടവഴി 1-ാം ക്ലാസ്സിലെ കാറ്റഗിസം പഠിക്കാൻ ചെന്നിരുന്നപ്പോൾ ഇത് നീ എത്രയില്ല? നീല 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 എത്രയില്ല? 6. യു സ്റ്റാൻഡപ്പ്. ഈ മോനെ 1-ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിക്കാൻ ചെന്നിരുന്നപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറിൻ്റെ പേര് ഓർമ്മയുണ്ടോ? എന്നിട്ട് അതിൻ്റെ പേര് ഏത്? ഷീബ ടീച്ചറാ? ഓ ഭാഗ്യം. ആ ഷീബ ടീച്ചർ എന്താ പഠിപ്പിച്ചേ? മക്കളിങ്ങനെ വട്ടിരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ എവിടെ പോണം? കുന്തം മെഴുകലേക്കാ സാധനം. എവിടെ പോണം? ആ സ്വർഗത്തിൽ പോണം. 1-ാം ക്ലാസ് തൊട്ട് 6-ാം ക്ലാസ് വരെ പഠിച്ചു. മോൻ്റെ മുത്തിൻ്റെ പേരെന്നാ? മുത്തിൻ്റെ പേരെന്നാ? വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? ഐവിൻ. സുന്ദരനാട്ടോ. ഐവിനെ 1-ാം ക്ലാസ് തൊട്ട് 6-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. എവിടെ പോകാനുള്ള വഴിയാ? എവിടെ പോകാനുള്ള വഴിയാ? നിനക്ക് നാണോയോ? അതെ, എൻ്റെ കൊച്ചു പറയും. നീ ഇരുന്നോ, ഐവിൻ ഇരുന്നോ. മുത്തി എഴുന്നേറ്റേ. മുത്തിൻ്റെ പേരെന്നാ? അവിന. അവിന. സൂപ്പർ പേരാട്ടോ. എന്നെ പേരാടാ ഇതോ. അവിനെ. അവിന എത്രാം ക്ലാസ്സിലായി? 3-ാം ക്ലാസ്സിലായി. 1-ാം ക്ലാസ് തൊട്ട് ചെന്നിരുന്നപ്പോൾ ടീച്ചർ എന്താ പഠിപ്പിച്ച? എവിടെ പോണം? സ്വർഗത്തിൽ പോണം. സ്വർഗീയ പിതാവിൻ്റെ മുഖം കാണണം നമുക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നത് മുഴുവൻ. നമ്മളൊക്കെ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ടാ. ഞാനും നിങ്ങളും അച്ഛനും ഒക്കെ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ടാ. ഈ 1-ാം ക്ലാസ് തൊട്ട് 3-ാം ക്ലാസ് വരെ അവിന. ഇവിടെ പലതിരിപ്പുണ്ട്. പലതും നരച്ചു ഇല്ല പോട്ടെ, പലതും പ്രായമായി പോട്ടെ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇത്ര വർഷം പഠിച്ചിട്ടും നമ്മളെങ്ങോട്ട് പോകാറായിട്ടില്ല. കേട്ടില്ല? കേട്ടില്ല? എൻ്റെ അവിന മോളിരിക്കി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പിന്നെ നാണമുണ്ടെന്ന് ചോദിച്ചതിന് കാര്യമില്ലേ? ഞാൻ അറിഞ്ഞെടുത്തോളം ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കൺവെൻഷൻ കൂടുന്നത്, ധ്യാനം കൂടുന്നത് ആരെന്നറിയോ? CSI സഭയിലാണ്. ഞാൻ പലയിടത്തും പോയി ധ്യാനിപ്പിച്ചിട്ടുണ്ട്. പലയിടത്തും മലങ്കര പോയിട്ടുണ്ട്, ഓർത്തഡോക്സ് ധ്യാനത്തിന് ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്, ലാറ്റിൻ പോയിട്ടുണ്ട്, സുറിയാനി, കലുതായ, ബ്രദറിൻ്റെ സമൂഹങ്ങൾ, ഇഷ്ടം പോലെ സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ധ്യാനം കൂടുന്നവർ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ആരെന്നറിയോ? CSI സഭയിലാ. അഭിമാനിക്കണം കേട്ടോ. എത്ര ധ്യാനം ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം സഭാദിനത്തിൻ്റെ ഒരു ധ്യാനം അല്ല കൺവെൻഷൻ തീർന്നില്ലേ? അല്ല കൺവെൻഷൻ തീർന്നില്ലേ? ആരെ ധ്യാനിപ്പിച്ചേ? ആരെ പ്രസംഗിച്ചേ? കുന്തം മെഴുകലിരിക്കുക. പുള്ളിയുടെ പേരും മറന്നു. ഈ അച്ഛൻ മാത്രം ഉത്തരം പറയുള്ളൂ. അച്ഛൻ മിണ്ടണ്ട അച്ഛാ, ഇവർ പറയട്ടെ. നിങ്ങൾ പറ. പ്രസംഗിച്ച അച്ഛൻ്റെ പേരെന്നിട്ടാ? സുബ്രഹ്മണ്യനോ? പച്ച. യു സ്റ്റാൻഡപ്പ്. ചേച്ചി ഉള്ളി പച്ച. യു സ്റ്റാൻഡപ്പ്. സുനിൽ. സുനിൽ മേരി ജോണോ? ഒരച്ഛനാണോ? ഇനിയൊന്നുമില്ല, എനിക്കൊന്നും കേൾക്കണ്ട കേട്ടോ. അച്ഛനാന്ന് കേട്ടാ പിന്നെ തീർന്നു. ഓ എന്നെ പേരടാ വേ. ഓ എൻ്റെ ഒക്കെ പേരുണ്ടല്ലോ, ജീനു. ഓ ദാരിദ്ര്യം. ഓ പോട്ടെ. സുനിൽ മേരി ജോൺ എന്നെ പേര്. എനിക്ക് ഈ പേരൊക്കെ കേൾക്കുമ്പേ അച്ഛൻ്റെ ശരിക്കും പേരുന്നുട്ടാ. നിന്നോ അത്രേ ഉള്ളൂ. തന്നില്ല. അച്ഛൻ്റെ പേര് ഞാൻ വായിച്ചു. നിങ്ങളുടെ അച്ഛന്മാർക്കൊക്കെ വലിയ പേരുകളാണ് കേട്ടോ. എനിക്ക് എൻ്റെ പേരായിട്ടില്ല, ജിനു. ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ഓ അങ്ങേ ഏറ്റവും. ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. എൻ്റെ അപ്പ ഒരു നല്ല പേരൊക്കെ എനിക്ക് ഇടാറുന്നില്ലേ? എൻ്റെ അപ്പം പറഞ്ഞ ഒരു റീസൺ ഉണ്ട് കേട്ടോ അതിന്. നിങ്ങളുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കണ വീട്ടിലെ ചേട്ടൻ്റെ പേര് ഏണസ്റ്റ്. എന്നെ പേരുടെ ഓ അല്ല, ഞാൻ സത്യം കഴിഞ്ഞ ദിവസം ഒരു ചക്കൻ്റെ പേര് ചോദിച്ചപ്പോൾ അവൻ പറയാം മാക്സിമൂസ്. മാക്സിമൂസ്. ഞാൻ അത്ഭുതത്തോടെ നോക്കിയെന്നുണ്ട് നിങ്ങളുടെ പേരുകളൊക്കെ കാണുമ്പോൾ. എൻ്റെ പേര് എന്നിട്ട് ജിനു. ഞാൻ എൻ്റെ അപ്പനോട് ഒരു ദിവസം ചോദിച്ചു, എൻ്റെ അപ്പ ഒരു നല്ല പേരൊക്കെ ഇടാറുന്നില്ലേ? അപ്പോൾ ഈ പുള്ളി എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ചേട്ടൻ ഡിസംബർ 25 ജനിച്ചതാ. അപ്പോൾ ഡിസംബർ 25 ജനിച്ചതായതുകൊണ്ട് എൻ്റെ അപ്പന് ഇഷ്ടം എൻ്റെ ചേട്ടന് ക്രിസ്റ്റഫർ എന്ന് പേരിടാനായിരുന്നു. ക്രിസ്റ്റഫർ ഒന്ന് പറഞ്ഞേ. ക്രിസ്റ്റഫർ. അപ്പന് മൂത്ത പുത്രനായതുകൊണ്ട് അപ്പൻ
ഈ പേരും പിടിച്ചോണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് നിന്നു. അതായത് അപ്പൻ്റെ അപ്പൻ, എൻ്റെ അപ്പൂപ്പൻ അപ്പൻ്റെ അടുത്ത് നിന്നു. അപ്പൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അപ്പൂപ്പൻ ചോദിച്ചു, ഡാ കൊച്ചിനൊന്നിട്ട പേര് പറഞ്ഞേ. അപ്പം അപ്പം പറഞ്ഞു, അപ്പം അവൻ ഡിസംബർ 25 ജനിച്ചല്ലേ, അതുകൊണ്ട് ക്രിസ്റ്റഫർ എന്നിട്ടാലോ. അപ്പം എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ മൊത്തം വെപ്പല്ല, ഇവിടെ മൊത്തം വെപ്പല്ല. നിങ്ങൾ ക്രിസ്റ്റഫർ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഫർ എന്ന് പറഞ്ഞു നോക്കിയേ, ഈ ഫർ എന്ന് പറയുമ്പോൾ പല്ലിമ അടിക്കും കാറ്റ്. പുള്ളിയോട് പറഞ്ഞു, അപ്പം ക്രിസ്റ്റഫർ എന്നിട്ടാലോ. അപ്പം എൻ്റെ അപ്പൂപ്പ എന്ന് പറഞ്ഞു നോക്കി, ക്രിസ്റ്റഫർ. ഓ അത് വേണ്ടടാ പൗലോസേ. അപ്പം അപ്പൂപ്പൻ ചോദിച്ചു, അപ്പൂപ്പനോട് അപ്പൻ ചോദിച്ചു, അന്ന് അപ്പം പറ ഒരു പേര്. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റോ, ഏറ്റവും ടോപ്പസ്റ്റ് ലെവൽ. എൻ്റെ അപ്പൂപ്പൻ എൻ്റെ ചേട്ടനൊരു പേരിട്ടു. എന്തുട്ടാ പേരെന്നറിയോ? ബിനു. ബിനു. രണ്ടാമതൊരെണ്ണം വന്നു ഞാൻ, എന്തുട്ടാന്നറിയോ? എന്തുട്ടാ? ജിനു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് പെണ്ണാ. എന്തുട്ടാ പേര്? ജിനി. ഒരു വ്യത്യാസമില്ല. അങ്ങനെയെങ്കിലും നിങ്ങൾ എൻ്റെ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞേ. എന്നിട്ടിപ്പോൾ എൻ്റെ പേര് പഠിച്ചാ? എന്തുട്ടാ? ജിനു. നിങ്ങളോട് ചോദിക്കും, ആര് വന്ന പ്രസംഗിച്ച, ഏത് ബോധമില്ലാത്തവനെ വന്ന പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഒരു ജിനു അച്ഛനെ വന്നേക്കണമെന്ന് പറഞ്ഞോളാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പറഞ്ഞേ. പക്ഷെ കാര്യസത്യ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്ര ധ്യാനം കൂടുന്നവരാണെന്നറിയും നമ്മൾ CSIയിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയതേ, ഇതിപ്പോൾ ഏതിൻ്റെ കൺവെൻഷനാ? സൺഡേ സ്കൂൾ കൺവെൻഷൻ, സഭാദിന കൺവെൻഷൻ, യുവജന സംഘത്തിൻ്റെ കൺവെൻഷൻ, മാതൃസംഘത്തിൻ്റെ സ്ത്രീജനങ്ങളുടെ കൺവെൻഷൻ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ, ഏതാ ആ മഹായുടെ വക LMS കൺവെൻഷൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആ ഈ കുട്ടികളുടെ തിരുവാല സംഘത്തിൻ്റെ കൺവെൻഷൻ ഇല്ലേ, അതിവിടെ ഇല്ലേ? ഉണ്ടോ? ആ ബാലജന യുവജന സംഘമൊക്കെ ഒരുമിച്ച് അതിൻ്റെ കൺവെൻഷൻ, ഏരിയ കൺവെൻഷൻ. ഓ ഇനിയും കൂടി കർത്താവേ, 8 ആ ഏതെന്ന്? വാർഡ് കൺവെൻഷൻ ഉണ്ടോ? 9 കൺവെൻഷൻ. ഓ എടാ, ഇതൊക്കെ കൂട്ടിയിട്ട് നീ നന്നായാ? ഇല്ലന്ന് എന്നെ കർത്താവേ. 9 കൺവെൻഷൻ. ഇനിയുണ്ടച്ചാ മെൻസിബിൾ. പത്ത് കൺവെൻഷൻ കൂടുന്നവരാ നിങ്ങൾ. 10 കൺവെൻഷൻ ഒരു വർഷത്തില്. എൻ്റെ ഒക്കെ പള്ളിയിൽ ഒരു കൺവെൻഷനുള്ളൂ, 3 ദിവസം. 10 കൺവെൻഷൻ കൂടിയിട്ടും പറയാ നമ്മള്. അതേ ചോദിച്ചേ, നാണമുണ്ടോ? ഈയിടെ നമുക്കറിയാം എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന്. പക്ഷെ ജീവിക്കോ? നമുക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, അല്ലേ? എങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് നമുക്കറിയാം. പക്ഷെ ജീവിക്കോ? ഉത്തരം പറ. ജീവിക്കോ? ജീവിക്കോ? ഇല്ല. കറക്റ്റാ. അതേ ഞാൻ ആദ്യമേ പറഞ്ഞ, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തടവ് പുള്ളി ഉള്ളത് ഏത് സമുദായത്തിൽപ്പെട്ടവർക്കാ? നമുക്കാ. അഭിമാനിക്കണം കേട്ടോ, അഭിമാനിക്കണം. നിങ്ങളൊന്ന് വേറെ ചിന്തിച്ചു നോക്കിയേ, ഏറ്റവും കൂടുതൽ അഗതി മന്ദിരങ്ങളുള്ളത് ആർക്കാ? നമുക്കാ. പറയുമ്പോൾ എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? ആണ് സന്തോഷം. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകളുള്ളത് ആർക്കാ? നമുക്കാ. എനിക്കില്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അതാണ് നിങ്ങളുടെ കാര്യം മാത്രം കേട്ടോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇടവൈ നമ്മൾ ഈ 10 കൺവെൻഷനും കൂടുന്നുണ്ട്. വചനമൊക്കെ വായിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കും. ഞാൻ സാധാരണ ഏത് സ്ഥലത്ത് പോയാലും CSI സഭയുടെ പ്രാർത്ഥനാ ശൈലിനെ കുറിച്ച് പുകഴ്ത്തി പറയാറുണ്ട്. അത് പുകഴ്ത്തി പറയുന്നതല്ല, വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത്, നിങ്ങൾ വചനം വായിക്കുന്നത്, എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളത് നിങ്ങളോട് എന്താണെന്നറിയോ? നിങ്ങൾ പള്ളി വരുമ്പോൾ ആ സത്യവേദ പുസ്തകം കൊണ്ടുവരും. അത് സമ്മതിക്കണം കേട്ടോ. ഞങ്ങളുടെ ഒന്നും ഒറ്റ ഇടാൻ ബൈബിൾ കൊണ്ടിരില്ല. ഇപ്പം ഇടയ്ക്കൊക്കെ കൊണ്ടുവരും ചില ഞങ്ങൾ, ചില വിശ്വാസമുള്ള ഞങ്ങൾ, എത്ര പറഞ്ഞാലും കൊണ്ടിരില്ല. പക്ഷെ നിങ്ങളത് കൊണ്ടുവരും, എങ്ങനെയാണെങ്കിലും കൊണ്ടുവരും. സത്യവേദ പുസ്തകം കൈ പിടിക്കുന്നുണ്ട്, 10 ധ്യാനം കൂടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബൈബിൾ വായനയോട് വായന, വചന വായനയോട് വായന.
ഇപ്പോഴും വന്നിരിക്കുക ഒരു പൊട്ടൻ്റെ പ്രസംഗം കേൾക്കാൻ. ഓരോരുത്തന്മാർ പറയുന്നുണ്ട്, അച്ഛൻ പറ കേക്കട്ടെ, അച്ഛൻ പറ കേക്കട്ടെ, അച്ഛൻ പറ കേക്കട്ടെ. ഈ കേക്കല് മാത്രമേ നമുക്ക് ഉള്ളൂ, അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? എനിക്കറിയാം നിങ്ങൾ നല്ലവനാന്ന് എനിക്കറിയാം കേട്ടോ. നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ. ആഫ്രിക്കയിലൊരു പള്ളിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. എനിക്കറിയാം നിങ്ങൾ നല്ലവരാ, നിങ്ങൾ വിശുദ്ധനാണ് കേട്ടോ. ഒരു നന്മ മാത്രം, സത്യവേദ പുസ്തകം പറയുന്നത് പോയിട്ട് ഒരു ലെവലേശം മാറി ചിന്തിക്കാത്തവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ സ്വർഗത്തിൽ പോവില്ല. ഇതീ വെച്ചിട്ട് അച്ഛൻ തുടങ്ങണം കേട്ടോ. അച്ഛൻ്റെ ആഗ്രഹം എന്നറിയോ? ഒരാളെങ്കിലും നന്നായാൽ മതി. എല്ലാവരും നന്നായി അച്ഛന് ഹാപ്പി. ഒരാളെങ്കിലും ദൈവമേ ആ ബോധമില്ലാത്തത് പറഞ്ഞല്ലേ അന്നൊന്ന് കേട്ടേക്കാം എന്ന് വിചാരിച്ച് ഒരു കാര്യം ഒന്ന് ശരിയാക്കിയ അച്ഛൻ ഹാപ്പി കേട്ടോ. നമ്മുടെയൊക്കെ കുഴപ്പമെന്നറിയോ? നമുക്കറിയാം ക്ഷമിക്കണമെന്ന്, പക്ഷെ നമ്മൾ ക്ഷമിക്കോ? നമുക്കറിയാം ക്ഷമിക്കണമെന്ന്, പക്ഷെ നമ്മൾ ക്ഷമിക്കോ? കേട്ടില്ല? ഞാനൊരു പൊട്ടനാ, ഇച്ചിരി ശബ്ദത്തിൽ പറ. ഇല്ല, ക്ഷമിക്കാൻ പറ്റില്ലേ? നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ ഇപ്പോഴും ഇത്രയും വചനം കേട്ടിട്ട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓർത്തൊക്കെ കാൽവരി യാഗത്തില് ആ ക്രിസ്തു അവസാനമായിട്ട് ആ 3 ആളുകളിൽ കിടക്കുമ്പോൾ ഈശോനാഥൻ പറയുന്നുണ്ട്, കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല, ഇവരോട് ക്ഷമിക്കണേ. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കല്ലേ. എന്താ പ്രാർത്ഥിക്കണേ? പ്രാർത്ഥനയൊക്കെ ഭയങ്കര പ്രാർത്ഥിക്കാൻ വേറെ എന്ത് വേണം? നമ്മളൊക്കെ പ്രാർത്ഥനയിൽ അഗ്രഗണ്യര, പക്ഷെ ജീവിതത്തിലുണ്ടോ? അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞു വെച്ച പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്, നിരർത്ഥകമാണെന്ന് പറയണേ. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിരർത്ഥകമാണ്. നമ്മൾ ഈ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? കേട്ടില്ല? എനിക്ക് ഉത്തരം കിട്ടണം. പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? പ്രാർത്ഥിക്കണം. അതിനോടൊപ്പം നിന്റെ പ്രവൃത്തി കൂടി ശരിയാക്കിയാലാണ് നിനക്ക് നിന്റെ തമ്പുരാന്റെ മുഖം കാണാൻ പറ്റുള്ളൂ. ആ വലതുകരം ഉയർത്തിയൊരു കാലില്ലേ പറഞ്ഞേ? ഓ എൻ്റെ കർത്താവേ ദാരിദ്ര്യം. ഒന്നുകൂടി പറഞ്ഞേ, ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി. താഴത്താത്ത് ഈ കൊച്ചു ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പിടിച്ചേനെ കേട്ടോ. ഞാനൊരു സിമ്പിൾ ഉദാഹരണം കാണിക്കാം. എന്തിനാ കരക്ക് ഉയർത്തി പ്രാർത്ഥിക്കണേ? എന്തിനാ കര ഉയർത്തി പ്രാർത്ഥിക്കണേ? നമ്മുടെ പൂർവികരൊക്കെ ഇങ്ങനെ കരങ്ങൾ വിരിച്ചു പിടിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചവരാ അല്ലേ? ആ പ്രാർത്ഥന ശൈലിയൊക്കെ ഇന്ന് നമുക്കുണ്ടോ? ഇല്ല. നമ്മുടെ ഈ CC അടച്ച് തീരാറായ പലതിനോടും ചോദിച്ചു നോക്കിക്കോ. അതങ്ങളൊക്കെ കണ്ണീരോടെ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കതിൽ നിങ്ങൾ അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ. CSI സഭയിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ചിലങ്ങളിരുന്ന് ഇങ്ങനെ കരയും, മുട്ടുകുത്തിന്ന് കരം പിടിച്ചിട്ട് കരം കൂപ്പി പിടിച്ച് ഇങ്ങനെ കരയണ കാണാം. ഞാനിങ്ങനെ നമ്മുടെ ചൂരക്കുഴി പള്ളിയിൽ, ഇവിടെ അരുണച്ചൻ്റെ ചൂരക്കുഴി പള്ളി അരുണച്ചൻ്റെ പള്ളിയാണ്. അപ്പോൾ ആ അരുണച്ചൻ്റെ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു 3 ദിവസം ചൂരക്കുഴി. അവിടെ ഞാൻ അരുണച്ചൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അപ്പം അച്ഛൻ ഒരു ദിവസം എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. എൻ്റെ ദൈവമേ എന്തൊരു പ്രാർത്ഥനയെന്നറിയോ? എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നി ആ കുടുംബത്തോട്. കരഞ്ഞാ പ്രാർത്ഥിക്കണേ, കരഞ്ഞാ പ്രാർത്ഥിക്കണേ. എനിക്കത് ആ കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് വളരെ ബഹുമാനമുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാ നിങ്ങൾ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതുണ്ടോ? ആ കരച്ചിലുണ്ടോ? ഇല്ല. ഉണ്ട്, എനിക്കറിയാം, ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമായിരിക്കും. നല്ല കാര്യം കേട്ടോ. ഒരു ചേട്ടൻ പറഞ്ഞ് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടെന്ന്. ഈ പിള്ളേരൊക്കെ നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാന്ന് എനിക്കറിയാം കേട്ടോ. അപ്പം അതുണ്ടാവട്ടെ. പക്ഷേ നിങ്ങൾ ഓർത്തൊക്കെ പണ്ടത്തെ കാരണവന്മാരുടെ അത്രയും നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ പ്രശ്നങ്ങളതാ. ഒരു സിമ്പിൾ ഉദാഹരണം കാണിച്ചു തരാം. നമ്മളിതിൽ ഈ കരങ്ങളൊക്കെ ഉയർത്തി പ്രാർത്ഥിക്കണതിനാ? ശബ്ദത്തിൽ പ്രാർത്ഥിക്കണതിനാ? എൻ്റെ കൊച്ചു മാത്രമേ ഏറ്റവും ചെറുതെന്ന് മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ ഉള്ളതിൽ. അത് കിടന്നുറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പിടിക്കായിരുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 1ാം ക്ലാസ്സിൽ 2, 3. ഇനി ഇതുള്ളൂ. പൊങ്ങ്. നീ പൊങ്ങ്. മുത്ത് പൊങ്ങിക്കോ. മുത്തിൻ്റെ പേരെന്നാ? അഭിനവ്. അഫിനവ്. ഓ എന്ന പേരടാ വൈ. എൻ്റെ അപ്പനും അമ്മയും വന്നിട്ടുണ്ടോ?
നമുക്ക് നല്ല ആളാ കിട്ടി കൃത്യമായിട്ട്. ഓക്കെ ഓക്കെ. ആ ഷെല്ലിൻ ചേട്ടൻ അല്ലേ? ഷെർലാൽ. ഓക്കെ, ഷെറിൻ ചേട്ടൻ ഒന്ന് എഴുന്നേറ്റേക്കാ. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു ചെറിയ പ്രായത്തിൽ എൻ്റെ അമ്മ വന്നിട്ടുണ്ടോ? സ്റ്റാൻഡപ്പ്. ഞാൻ സ്റ്റാൻഡപ്പ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന കേട്ടോ. ഓക്കെ, ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരോട് ചോദിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ കുറച്ചും കൂടി ചെറിയ പ്രായത്തിൽ ഇവൻ ഓടി വന്നിട്ട് ഇവൻ നിങ്ങൾ കുറച്ചും കൂടി ചെറിയ പ്രായത്തിൽ ഓടി വന്നിട്ട് രണ്ട് കരം നീട്ടിയിട്ട് അമ്മേന്ന് വിളിക്കുക. ന്യൂ ജനറേഷൻ അമ്മയാന്നിട്ട് ഉത്തരം പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ല, എന്താണെന്നറിയാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിക്കുക. രണ്ട് കരം നീട്ടിയിട്ട് അമ്മേന്ന് വിളിക്കുക. എന്ത് ചെയ്യും എൻ്റെ സഹോദരി? കുന്തമിണിങ്ങളുടെ ഉത്തരം പറ. എടുക്കും. ശരിയല്ല ചേട്ടാ, എടുക്കും. ഞാൻ അങ്ങടെ വിട്ടത് രക്ഷപ്പെടാൻ വേണ്ടി ആയിരുന്നോ? കുഴപ്പമില്ല, ഇവിടെ ചോദ്യം ചോദിച്ചേക്കാം. കൊച്ചെടുക്കാൻ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടുത്തേ? കൈ പൊക്കുമ്പോൾ അറിയാം എടുക്കാനാന്ന്. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ, നിങ്ങൾ രണ്ട് കരം ഉയർത്തിയിട്ട് ഈശോ എന്ന് വിളിച്ചാൽ ആ ഈശോ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഈശോ നിങ്ങൾ എന്ത് ചെയ്യും? എടുക്കും. നിങ്ങൾക്ക് ഈശോയുടെ ഒക്കത്തിരിക്കണമെങ്കിൽ ഞാൻ പറയും, രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം. രണ്ട് കരം ഉയർത്തി പിടിച്ചേ. ഒരു കാലല്ലേ പറഞ്ഞേ? ഈശോയുടെ ഒക്കത്തിരിക്കണം, അങ്ങനെ വിളിക്കണം കേട്ടോ. ഒന്നുകൂടി പറഞ്ഞേ, ഈശോയെ എന്നൊന്ന് വിളിച്ചേ, ഈശോപ്പാന്ന് വിളിച്ചേ. ഇങ്ങനെ വിളിച്ച കർത്താവ് മിക്കാറും കേൾക്കും കേട്ടോ. ഇനി ആ കാര്യം താത്തിക്ക്. ഞാൻ അതുപോലെ തന്നെ സിമ്പിളായിട്ട് വേറെ ചോദിച്ചോട്ടെ. ഈ കൊച്ചി കരങ്ങളൊന്നും പൊക്കണില്ല, വെറുതെ ഇങ്ങനെ കൈ കെട്ടി വിളിക്കുക, അമ്മേന്ന് വിളിക്കുക. അപ്പം എടുക്കോ? അന്തേ കൈ പൊക്കിയാലും എടുക്കോളൂ? നിന്റെ ഒക്കെ ഒരു വിധി. എനിക്ക് എന്നെ സഹോദരി ഇരുന്നോ. നിങ്ങൾ സിമ്പിൾ ഒരു ജസ്റ്ററാണത്. നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ചെറിയൊരു കാര്യമാണത്. നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മുടെയൊക്കെ കാരണവന്മാർ രണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചവരാ. അവരുടെ സങ്കടങ്ങൾ വന്നപ്പോൾ, അവരുടെ വേദനകൾ വന്നപ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചവരാ. ഞാൻ എപ്പോഴും പറയും, മുട്ട് പൊട്ടി പ്രാർത്ഥിച്ചവരാ. നമുക്കിപ്പോൾ ക്ഷീണം, മുട്ടിന് ക്ഷീണം, മേലിന് ക്ഷീണം, കൈക്ക് കേട്ടില്ല ക്ഷീണം. ചിലരോട് ഹല്ലേലൂയ പറയാൻ പറയുമ്പോൾ ചിലർ പറയണമെന്നറിയോ? അല്ലേലും വയ്യ. എൻ്റെ പൊന്നച്ച, അല്ലേലും വയ്യ, ഒന്നിനും വയ്യ നമുക്ക് കേട്ടോ. അപ്പൊ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് എന്ത് പറയും? എനിക്കും വയ്യ. അതാ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇപ്പൊ പ്രശ്നം. ഞാൻ എപ്പോഴും പറയും, മോശയെ പോലെ കരങ്ങൾ ഉയർത്തുന്ന രണ്ടുപേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ വേദനിക്കോ? ഇല്ല. മോശയെ പോലെ കരങ്ങൾ ഉയർത്തുന്ന ഒരാൾ മതി നിങ്ങളുടെ വീട്ടില്, ഒരാള്. എന്നതിന് നേരമുണ്ടോ? എവിടെ? നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങളെക്കുറിച്ചല്ല. നിങ്ങൾ മോശയെ പോലെയല്ല, മോശയെ അഹറോനെ പോലെ രണ്ട് കരങ്ങളെ പൊന്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം കേട്ടോ. പക്ഷെ നിങ്ങളെക്കുറിച്ചല്ല. ഒന്ന് ചിന്തിച്ചു നോക്കേ. മോശയെ പോലെ ഒരാൾ കരങ്ങൾ ഉയർത്തിയാൽ മതി, നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടേനെ. പക്ഷെ നമ്മുടെ കുടുംബം ഇപ്പം രക്ഷപ്പെട്ടിട്ടുണ്ടോ? മിണ്ടണ്ട. ഞാനൊരു ചോദ്യം ഒന്നും കൂടി ചോദിച്ചോട്ടെ.